ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ബത്തേരി രൂപത സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കുടുംബ ശാക്തീകരണ സെമിനാറും ദമ്പതി സംഗമവും സംഘടിപ്പിച്ചു. ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റ് UDO ജോയ്സി രാജു സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് മായ തോമസ് അധ്യക്ഷത വഹിച്ചു. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ഒരു ദിനമുണ്ട് എന്ന് ഒന്നുകൂടി ഓർക്കുവാൻ വേണ്ടിയാണ്. അത് പതിവിന് വിപരീതമായി നമ്മുടെ ബാക്കികളെയും കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ഒരു പുരുഷനെ നിങ്ങളുടെ കൂടെ ഇവിടെ കൊണ്ടുപോയി ക്ലാസ് അങ്ങനെ ഇരുത്തുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം അത് നിങ്ങൾ സാധിച്ചെടുത്തവർ, അത് തന്നെയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിജയം. അപ്പം ഇന്ന് 2025 വർഷത്തിലെ മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. പക്ഷെ നമ്മളത് ഇന്ന് 10-ാം തീയതിയാണ് ഇവിടെ ആചരിക്കുന്നത്. അപ്പം നമുക്കിന്നിവിടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഞാൻ എപ്പോഴും സാറിൻ്റെ യൂട്യൂബിൽ കേൾക്കാറുണ്ട്. അപ്പം പ്രഗത്ഭ വാഗ്മിയും പ്രാസംഗികനുമായ പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ സുരേഷ് ബാബു സാറാണ്. സാറ് കൃത്യസമയം പാലിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും സാറ് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തേക്ക് കടന്നു വന്നതിന് സാറിനെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. വെളിച്ചന്തോട് യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഈ സംഗമത്തിൽ ആയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും വനിതാ ദിനത്തിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. വനിതാ ദിനത്തിന് സ്ത്രീയാണ് മുന്നിൽ അതോ പുരുഷനാണോ മുന്നിൽ? ഇതിൽ ആരാണ് പ്രധാനപ്പെട്ട വ്യക്തി? രണ്ടുപേരും തുല്യരാണെന്ന് പറയാനാണ് ഞാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ മനോഹരമായ ഒരു ചിത്രീകരണമുണ്ട്. അവിടെ പുരുഷന്റെ വാരിയിലെടുത്താണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ദൈവം പുരുഷന്റെ വാരിയിലെടുത്തത്? അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, തലയിലെ സ്ത്രീ എടുത്തിരുന്നെങ്കിൽ എന്നും ഈ സ്ത്രീ പറഞ്ഞാലേ ഞാൻ പുരുഷന്റെ തലയിലായില്ല. ഈ കാലിലെ അസ്ഥിയാണ് എടുത്തിരുന്നെങ്കിൽ ഈ പുരുഷൻ പറഞ്ഞാലേ ഇവിടെ എന്റെ കാൽക്കീഴിൽ കിടക്കേണ്ടവരാണ്. അതുകൊണ്ട് ബുദ്ധിമാനായ ദൈവം ഹൃദയത്തോടെടുത്ത വാരിയിലെടുത്താണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് 2025 വനിതാ ദിനത്തിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, സ്ത്രീയും പുരുഷനും തുല്യരാണ്. നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുക. എന്നാലും വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും എല്ലാവരുടെ ആശംസകളും. നമ്മുടെ പ്രോഗ്രാം എല്ലാം ഭംഗിയാവുന്നതും വിജയിക്കുന്നതും സജീവമാവുന്നതും വനിതകളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അത് പള്ളിയിലാണെങ്കിലും പള്ളിക്കൂടത്തിലാണെങ്കിലും ശ്രേയസ് സംഗമത്തിലാണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം വളരെ വലുതാണ്. നിങ്ങളുടെ സേവനവും സംഭാവനയും വളരെ വലുതാണ്. മേഖലാ പ്രോഗ്രാം ഓഫീസർമാരായ നളിനാക്ഷൻ VV, ഷാജി മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചില യൂണിറ്റുകളിൽ നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വനിതാ സംരംഭകരെ ആദരിക്കുന്ന പരിപാടിയാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര വനിതാ ദിനം വിവിധങ്ങളായ തീമുകളോട് കൂടിയാണ് ഓരോ വർഷവും ഇന്റർനാഷണൽ ഇയറായി ആചരിക്കുന്നത്. അപ്പൊ സ്ത്രീകളെ കൂടുതലായി ഇന്നത്തെ വനിതാ ദിനത്തിന്റെ തീം, ഈ വർഷത്തെ 2025 വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ. നോട്ടീസൊക്കെ കണ്ടിട്ട് കാണും. ആക്സിലറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നുള്ള തീമോട് കൂടിയിട്ടാണ് ഇന്നത്തെ സെമിനാറിലൂടെ നയിക്കുന്നത്. ഇന്ന് നമുക്ക് വേദി വന്നിരിക്കുകയാണ്. ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ ദമ്പതികളായി വന്നിരിക്കുന്നവരെല്ലാവർക്കും നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ആ റോയിൽ ക്രമീകരിക്കേണ്ടതാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു അഭ്യർത്ഥന, നമ്മുടെ മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളെല്ലാം സൈലന്റ് ആക്കി വെക്കുകയോ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ ചെയ്യേണ്ടതാണ്. പ്രഗത്ഭ വാഗ്മിയും കണ്ണൂർ ജില്ലാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VK സുരേഷ് ബാബു ക്ലാസ് നയിച്ചു. ക്ലാസ്സിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു. മാർച്ച് 8-ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തേണ്ട ക്ലാസ്സുകളൊന്നും സ്ത്രീകളോടല്ല, പുരുഷന്മാരോടാണ്. നമ്മൾ ഈ മദ്യത്തിനെതിരായി ക്ലാസ് നടക്കുമ്പോലെയാണ്.
ലഹരിക്കും മദ്യത്തിനെതിരായി ക്ലാസ് നടത്തുമ്പോൾ അത് കേൾക്കേണ്ടവർ ഒരൊറ്റ ആളവിടെ വരില്ല, വെള്ളമടിക്കാത്തവരെ വരും. അവർക്കിത് ആവശ്യമില്ല, ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരികയില്ല. അതുപോലെയാണ് വനിതാ ദിനത്തിൽ യഥാർത്ഥത്തിൽ ഓഡിയൻസ് ആവേണ്ട ആരാ? പുരുഷന്മാരാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരെയും ഒരുമിച്ച് വിളിച്ച ഒരു വനിതാ ദിന പരിപാടി. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ബേസിക് ആയിട്ട് ഉണ്ടാക്കി ഉണ്ണുന്നവരല്ല എന്നതാണ്. നമ്മുടെ കുട്ടികളെല്ലാം വഷളാവുന്നതിന്റെ കാരണം അവന്റെ ധാരണ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അല്ലേ മൊബൈൽ ഫോണിൽ കൊണ്ട് www.com MD എന്നടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആവുന്ന. പണിയെടുക്കട്ടെ, അധ്വാനിക്കട്ടെ, മണ്ണിൽ കുമ്പിട്ട് പണിയെടുത്തിട്ട് ഉണ്ടാക്കി ഉണ്ണാൻ പഠിപ്പിക്കൂ. നിങ്ങളുടെ കുട്ടികൾ മനുഷ്യ കുട്ടികളാവും. ആരോ അധ്വാനിച്ചത് കാശ് വാങ്ങി തിന്നാൻ. ഈ കാശ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാ ആണോ? കാശ് ഏതോ ബാങ്ക് അച്ചടിച്ചതല്ലേ? അല്ലേ? നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ വേർപ്പ് തുള്ളികൾ കൊണ്ട് ഉണ്ണുന്നവനാണ് സംസ്കാരമുള്ള മനുഷ്യൻ. അങ്ങനെ പങ്കുവെച്ച് കഴിച്ചു, ബാക്കിയുള്ളത് ഉണക്കി സൂക്ഷിച്ചു വെച്ചു, ഉപ്പിലിട്ട് വെച്ചു, ഉണക്കി വെച്ചു, അച്ചാറിട്ട് വെച്ചു, സമ്പാദ്യം ഉണ്ടായി. മനുഷ്യനുണ്ടായില്ല. മനുഷ്യനുണ്ടാവാൻ എന്തെല്ലാം കാര്യം ഉണ്ടായി? മനുഷ്യനുണ്ടാവാൻ 5 ഘടകങ്ങളുണ്ടായി. ഈ 5 ഘടകങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം മനുഷ്യന്റെ കുടുംബമാണ്. എന്താണ് 5 ഘടകങ്ങൾ? നമ്പർ 1 ചിന്ത. മനസ്സിലായി? ചിന്ത. മനുഷ്യന്റെ പ്രത്യേകത അവന്റെ ചിന്ത കൊണ്ടാണ് അവൻ മഹാനായത്. ശരീരം കൊണ്ടല്ല മഹാനായത്. ശരീരം കൊണ്ടാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കേണ്ടത് പിണറായി വിജയനെ അല്ല, തെച്ചിക്കാട്ട് രാമചന്ദ്രനെ. അതേത് പാർട്ടിക്കാരനാണ്? കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ്. ആനേനെ മുഖ്യമന്ത്രിയാക്കുവോ? ഇല്ല. അതുകൊണ്ട് ചിന്തയാ വളർത്തേണ്ടത്. ചിന്താ നെയ്യന്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റി വിട്ടിട്ട് വളർത്തിയിട്ട് കാര്യമുണ്ട്. സംഭവം മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? അതല്ല പ്രധാനം, ചിന്തയാണ്. നിങ്ങൾ മക്കളെ പോറ്റുമ്പോ അവന്റെ ശരീരത്തിനെ മാത്രം പോറ്റിയാൽ സംസ്കാരമുള്ള മനുഷ്യക്കുട്ടിയാവില്ല. ആടിനെ പോറ്റിയാ, കോഴിയെ പോറ്റിയാ ഇറച്ചി നിൽക്ക, പശുവിനെ പോറ്റിയാ കറന്നു നിൽക്ക. നിങ്ങളെ മക്കളെ നല്ലോണം തിന്ന പോണേ. എന്താ, റംസാൻ മാസം തുടങ്ങി പെരുന്നാൾ വരാൻ പോകുന്നു, വിഷു വരുന്നുണ്ട്, ഇറച്ചിക്ക് നല്ലോണം വില കൂടും അല്ലേ? അതുകൊണ്ട് നല്ലോണം തിന്നോ, നമുക്ക് ഇതിന്റെ ചന്തിമൊന്ന് അരിഞ്ഞിട്ട് കുറച്ച് നിൽക്കാലോ. നടക്കുവോ? ശരീരത്തെ മാത്രം പോറ്റുന്ന വീട്, ദമ്പതിമാര്, ഭാര്യ ഭർത്താക്കന്മാര് മക്കളുടെ ശരീരത്തെ മാത്രം പോറ്റുന്നവരാണെങ്കിൽ അവര് മൃഗത്തെ പോറ്റുന്നവരാണ്, മനുഷ്യക്കുട്ടിയെ പോറ്റുന്നവരാണ്. ചിന്തയാണ് ഏറ്റവും പ്രധാനം. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. കേട്ടിട്ടില്ലേ? രണ്ടാമത്തെ കാര്യം ആശയ സംവേദനമാണ്. വർത്താനം പറയണം, കേൾക്കണം, ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യണം, വേണ്ടേ? ആശയ സംവേദന. മൂന്നാമത്തെ കാര്യം അധ്വാനമാണ്, പണിയെടുക്കണം, വേണ്ടേ? ഉണ്ടാക്കി ഉണ്ടേ. നാലാമത്തെ കാര്യം പങ്കുവെക്കണം. എനിക്ക് മാത്രം തിന്നാ മതിയോ? എല്ലാവർക്കും തിന്നണ്ടേ? പങ്കുവെക്കണം. അഞ്ചാമത്തെ കാര്യം സൂക്ഷിച്ചു വെക്കണം. എന്ത്? സമ്പാദ്യവും അറിവും സൂക്ഷിച്ചു വെക്കണം. നാളത്തേക്ക് വേണ്ടി വെക്കണം. നാളത്തേക്ക് വെക്കാറുണ്ടോ പക്ഷിമൃഗാദികൾ? ഇല്ല. അവർക്ക് ഇന്നേ ഉള്ളൂ, വർത്തമാനമേ ഉള്ളൂ. ഭൂതഭാവികൾ ഉണ്ടോ? ഇല്ല. പക്ഷിമൃഗാദികൾക്ക് നമ്മൾ എവിടുന്നാ വന്നതെന്നറിയാവോ? എങ്ങോട്ടാ പോകുന്നതെന്നറിയാവോ? ഇല്ല. ഈ 5 ഘടകങ്ങൾ ചേരുമ്പോഴാണ് നിങ്ങളുടെ വീട് മനുഷ്യന്റെ വീടാവുന്നത്. ഏതാ 5 ഘടകം? 1 ചിന്ത, 2 ആശയവിനിമയം, 3 അധ്വാനം, 4 പങ്കുവെക്കൽ, 5 സൂക്ഷിച്ചു വെക്കൽ, സമ്പാദ്യം, അല്ലേ? ഈ 5 ഘടകങ്ങൾ ഉണ്ടാക്കണം. ഇതാവുമ്പോ നിങ്ങളുടെ മനുഷ്യന്റെ വീടാവും. അല്ലെങ്കിലോ നിഷാദനാവും, അല്ലേ? നടുമ്പോ നാടുണ്ടായി. നടുന്നതാണ്
നാട്. നടുന്നവൻ നാട്ടാളൻ. തനിയെ മുളച്ചത് കാട്. ഒന്നും നടാത്തവൻ കാട്ടാളൻ. നമ്മൾ ഇത് ഏത് ലിസ്റ്റിൽ വരും? ഒന്ന് സ്വയം പരിശോധിക്കുക. നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. വീട്ടിൽ പോയിട്ട് ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും നാട്ടാളന്മാരായിരിക്കും. വീട്ടിൽ പോയിട്ട് നിങ്ങളെ മക്കളോട് ചോദിക്കുക, നീ ഏത് ലിസ്റ്റിലാണ് കരുതുക? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാതമംഗല സ്കൂളിൽ ഒരു കുട്ടിക്ക് കുട്ടിക്കർഷകന്റെ അവാർഡ് കിട്ടി. ആ അവാർഡ് കിട്ടിയ കുട്ടിക്ക് ഒരു അഭിനന്ദന യോഗം വെച്ചു. അതിൽ പ്രസംഗിക്കാൻ ഞാൻ വന്നു. ഞാൻ കേട്ട ഏറ്റവും സുന്ദരമായ പ്രസംഗം ആ കുട്ടിയുടെ മറുപടി പ്രസംഗം. ആ കുട്ടി പറയാ മറുപടി പ്രസംഗം, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, മോനെ പാട്ട് പാട്. ഏതാ പാട്ട് എന്നറിയണ്ടേ? മോനെ പാട്ട് മൈക്കിൻ്റെ മുമ്പ് പാടി. നിങ്ങൾ കേട്ട പാട്ടാ, പഴയ സിനിമ പാട്ട്, യേശുദാസ് പാടിയത്. ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. എന്റെ തപസ് കണ്ടിട്ട് ഭഗവാൻ വന്നിട്ട് ഒരു വീണ കൊടുത്തു. ഇന്നാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കൊടുത്തു. തങ്ക സ്വപ്നശതങ്ങളാം തന്ത്രികൾ കെട്ടി, അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി. ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ, രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. രാവും പകലും ഇപ്പൊ പിള്ളേരെല്ലാം വീണയിൽ മീട്ടല്ലേ. ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ബിജു മുടമ്പുള്ളിക്കുഴിയിൽ വി കെ സുരേഷ് ബാബുവിനെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായി വെളിച്ചന്തോട് യൂണിറ്റ് CDO ജോയ്സി രാജുവിനെ പൊന്നാട അണിയിച്ചും സമ്മാനങ്ങൾ നൽകിയും ആദരിച്ചു. കൂടാതെ നറുക്കിട്ടെടുത്ത 5 ദമ്പതിമാർക്ക് ഗിഫ്റ്റും നൽകി. ചടങ്ങിന് വെളിച്ചന്തോട് യൂണിറ്റ് CDO സൗമ്യ PV നന്ദി രേഖപ്പെടുത്തി. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.